Hi. Now we will theorem പഠിക്കാൻ പോണത് the structure of the cyclic group. A very important concept ആണ്. ഒരു cyclic ഗ്രൂപ്പിന്റെ സ്ട്രക്ചർ എന്തായിരിക്കും? ഒരു theorem പറഞ്ഞതാണ് G ഒരു cyclic group with generator A ആണ്. G എന്നത് ഒരു cyclic group ആണ്. അതിപ്പോൾ ജനറേറ്റർ ഉണ്ടാവും. ആ ജനറേറ്റർ A ആണെങ്കിൽ if the order of G is infinite, അതായത് ജിയുടെ ഓർഡർ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ, അതായത് ജിക്കകത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ then G is isomorphic to Z plus. ജിയുടെ ഓർഡർ ഇൻഫിനിറ്റി ആണെങ്കിൽ, അതായത് ജിക്കകത്ത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ G is isomorphic to Z plus എന്ന ഗ്രൂപ്പിനോട് ഐസോമോർഫിക് ആയിരിക്കും. ജിയുടെ ഓർഡർ ഇൻഫിനിറ്റി ആണെങ്കിൽ G is isomorphic to Z, plus. കാരണം അവിടെ സെഡിന്റെ ഐഡന്റിറ്റി ഇതെന്താ, സെഡിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. സെഡിനകത്ത് 0 +1 +2 അല്ലെ, 0 +or -1 +or -2 +or -3 ഉണ്ട്. എത്ര എലമെന്റ്സ് ഉണ്ട്? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്. സോ തിയറം പറഞ്ഞത് ജി ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആണ്. ആ ജിയുടെ ഓർഡർ ഇൻഫിനിറ്റി ആണെങ്കിൽ G is isomorphic to Z plus. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ഇഫ് ജി ഹാസ് ഫൈനൈറ്റ് ഓർഡർ n, ജിക്കകത്ത് ആകെ n എലമെന്റ്സ് ഉള്ളുവെങ്കിൽ G is isomorphic to Zn plus. Zനകത്ത് നമുക്കറിയാം, Znനകത്ത് ആരൊക്കെ ഉണ്ടാവുക? 0 1 up to n minus 1 അല്ലെ, ഇവിടെ n എലമെന്റ്സ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ തിയറം എന്താണ്? ജിയുടെ ഓർഡർ ഇൻഫിനിറ്റി ആണെങ്കിൽ G is isomorphic to Z plus. ജിയുടെ ഓർഡർ n ആണെങ്കിൽ G is isomorphic to Zn അഡീഷൻ മോഡുലോ n. ഓക്കെ, ഇതാണ് നമ്മുടെ തിയറം. അതായത് ഏതൊരു സൈക്ലിക് ഗ്രൂപ്പും ഈസ് ഐസോമോർഫിക് ടു Z plus ഓർ Zn അഡീഷൻ മോഡുലോ n. അപ്പോൾ ഏതൊരു സൈക്ലിക് ഗ്രൂപ്പ് എടുത്താലും ഒന്നുമില്ലെങ്കിൽ Z പ്ലസിനോട് ഐസോമോർഫിക് ആയിരിക്കും, അല്ലെങ്കിൽ Zn പ്ലസിനോട് ഐസോമോർഫിക് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇതിൽ നമുക്കറിയാം G is isomorphic to Z plus എന്ന് പറയണമെങ്കിൽ, ഓക്കെ, രണ്ട് കേസായിട്ട് ജിയുടെ ഓർഡർ ഇൻഫിനിറ്റി ആണെങ്കിൽ Z പ്ലസിനോട്, അല്ലെങ്കിൽ G is isomorphic to Zn plus അഡീഷൻ മോഡുലോ n. ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ഐസോമോർഫിക് ആണ്, ഈ രണ്ടെണ്ണം ഐസോമോർഫിക് ആണെന്ന് കാണിക്കാൻ Z is isomorphic to G is isomorphic to Z plus എന്ന് കാണിക്കണമെങ്കിൽ നമുക്ക് എന്തിനാണ് മതി? There exists a function phi from G to Z. Phi എന്ന് G എന്ന് Z ലേക്ക് വേണം, such that എന്താ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? Phi is 1 1 on to and satisfy homomorphism property. അപ്പോൾ phi 1 1 ആവണം, on to ആവണം, ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. എന്താ ഹോമോമോർഫിസം പ്രോപ്പർട്ടി? ഹോമോമോർഫിസം പ്രോപ്പർട്ടി പറയണത് phi of x star y is equal to phi of x star dash phi of y. phi of x star y നമുക്ക് phi of x star dash phi of y എന്ന് എഴുതാൻ പറ്റണം. ഈ സ്റ്റാർ എന്നത് ജിക്കകത്ത് ഓപ്പറേഷനും ഈ സ്റ്റാർ ഡാഷ് എന്നുള്ളത് സെഡിനകത്ത് ഓപ്പറേഷനും ആയിരിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ജിന്ന് സെഡിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. അത് 1 1 ആവണം, ഓൺ ടു ആവണം, ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ഇത്ര ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ജി ഒരു സൈക്ലിക് ഗ്രൂപ്പാണെന്ന് എടുത്തു. ജി സൈക്ലിക് ഗ്രൂപ്പാണ്. അപ്പോൾ അതിനെന്തുണ്ടാവും? അതിനകത്തെ എലമെന്റ്സുകളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? സം a raised to n എന്ന രൂപത്തിൽ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ a raised to m എന്ന രൂപത്തിൽ എഴുതാൻ പറ്റും, where m belongs to Z. സോ ജിയുടെ ജനറേറ്റർ ആണ് A എന്നെടുത്തു. സോ G is equal to cyclic group generated by A. That is G is equal to set of all a raised to m belongs to Z. അതായത് ഇതിനകത്ത് നമുക്ക് എന്ത് എഴുതാം? എക്സെട്ര a raised to -2, a raised to -1, a raised to 0, a raised to 1 എക്സെട്ര എന്ന് എഴുതാൻ പറ്റും. ഇതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ രണ്ട് പോസിബിലിറ്റീസ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. ഇതൊക്കെ പ്രൂവ് ചെയ്യണം. ഒന്ന്,
ജിയുടെ ഓർഡർ ഇൻഫിനിറ്റി ആണെങ്കിൽ എന്തായിരിക്കും? ജിയുടെ ഓർഡർ ഇൻഫിനിറ്റി ആണെങ്കിൽ ഐസോമോർഫിക് ടു Z പ്ലസ് എന്നും, ജിയുടെ ഓർഡർ ഫൈനൈറ്റ് ആണെങ്കിൽ ഐസോമോർഫിക് ടു Zn പ്ലസ് അഡീഷൻ മോഡുലോ എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ രണ്ട് കേസാക്കി എടുക്കുകയാണ്. ഫസ്റ്റ് കേസ് എടുക്കുകയാണ്, കേസ് 1. G order of G is infinite. ജിയുടെ ഓർഡർ ഇൻഫൈനൈറ്റ് ആണ് എടുത്തു. അപ്പോൾ നമുക്കറിയാം ഒരു സൈക്ലിക് ഗ്രൂപ്പിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് ദ സൈക്ലിക് ഗ്രൂപ്പ് G is equal to M എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? M be the smallest positive integer such that a raised to m is equal to e. ഓക്കെ, അപ്പോൾ ജിയുടെ ഓർഡർ എം ആണെന്ന് പറയണമെങ്കിൽ, ഒരു സൈക്ലിക് ഗ്രൂപ്പിന്റെ ഓർഡർ എം എന്ന് പറയണമെങ്കിൽ എം എന്നത് ലീസ്റ്റ് പോസിറ്റീവ് ഇൻഡിജർ ആയിരിക്കണം, സച്ച് ദാറ്റ് എ റേസ് ടു എം ഈക്വൽ ടു ഇ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്പോൾ നമുക്കൊരു ജി എന്നുള്ള ജിയുടെ ഓർഡർ 5 ആണെന്ന് എടുത്തു. തന്നിട്ടുണ്ട് a raised to 5, a raised to 10, a raised to 15, പിന്നെ a raised to -5, a raised to -10 is equal to e. ഇതൊക്കെ ഇയോട് ഈക്വൽ ആണ്. ഓക്കെ, if a raised to 5 equal to e, a raised to 10 is equal to e, a raised to 15 is equal to e, a raised to -5 equal to e. അപ്പോൾ ഇതെല്ലാം ഇയോട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് നോക്കാം, ഇതിനകത്ത് ഏറ്റവും ചെറിയ നമ്പർ ഏതാ? ഏറ്റവും ചെറിയ പോസിറ്റീവ് നമ്പർ ആരാ? 5 ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഓർഡർ ഓഫ് ജി is equal to 5. അപ്പോൾ ഓർഡർ ഓഫ് ജി is equal to m എന്ന് പറയണമെങ്കിൽ ഓർഡർ ഓഫ് ജി is equal to m implies m is the smallest പോസിറ്റീവ് ഇൻഡിജർ. ഓക്കെ, നെഗറ്റീവ് ഇൻഡിജർ ഉണ്ടാവാം, പക്ഷെ എം ഇസ് ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻഡിജർ സച്ച് ദാറ്റ് എ റേസ് ടു എം ഇസ് ഈക്വൽ ടു ഇ. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ജി ഈസ് ഓർഡർ ഓഫ് ജി ഈസ് ഇൻഫൈനൈറ്റ്. ഓർഡർ ഓഫ് ജി എന്താണ്? ഇൻഫൈനൈറ്റ് ആണ്. അതായത് ഓർഡർ ഓഫ് ജി എന്തല്ല, ഇസ് നോട്ട് ഈക്വൽ ടു എം. That is order of G not equal to m for every m belongs to Z. Z-നകത്തെ അല്ലെങ്കിൽ Z പ്ലസിനകത്തെ ഏത് m എടുത്താലും ഓർഡർ ഓഫ് ജി എന്തല്ല? m അല്ല. Therefore, there does not exist m belongs to Z plus. Z പ്ലസിനകത്ത് m എന്നൊരു എലമെന്റ് ഇല്ല. എങ്ങനെ? Such that a raised to m is equal to e. That implies a raised to m not equal to e for every m belongs to Z plus. ഓക്കെ, അപ്പോൾ ഓർഡർ ഓഫ് ജി എന്താണ്? ഇൻഫൈനൈറ്റ് ആണ്. എന്താണ് ഓർഡർ ഓഫ് ജി എന്തല്ല? എം അല്ല. അതായത് എ റേസ് ടു എം ഈക്വൽ ടു ഇ ആവുന്ന തരത്തിൽ എന്തില്ല? ഒരു എം അവിടെ ഉണ്ടാവില്ല. ദാറ്റ് ഇസ് എ റേസ് ടു എം ഇസ് നോട്ട് ഈക്വൽ ടു ഇ ഫോർ എവറി എം ബിലോങ്സ് ടു Z പ്ലസ്. മനസ്സിലായോ? ഒന്നുകൂടി പറയാം. നമ്മൾ എന്തെടുത്തു? ഓർഡർ ഓഫ് ജി എന്താണ്? ഇൻഫൈനൈറ്റ് ആണ്. ഓർഡർ ഓഫ് ജി ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് ജി ഈസ് നോട്ട് ഈക്വൽ ടു എം ഫോർ എവറി എം ബിലോങ്സ് ടു Z പ്ലസ്. Z പ്ലസിനകത്തൊക്കെ ഉണ്ടാവും 1 2 3 അല്ലേ? അപ്പോൾ എ റേസ് ടു 1 നോട്ട് ഈക്വൽ ടു ഇ ആവും, എ റേസ് ടു 2 നോട്ട് ഈക്വൽ ടു ഇ ആവും. അങ്ങനെ ഏത് പവർ എടുത്താലും എന്താവില്ല? ഇ ആവില്ല. ദാറ്റ് ഈസ് എ റേസ് ടു എം നോട്ട് ഈക്വൽ ടു ഇ ഫോർ എവറി എം ബിലോങ്സ് ടു Z പ്ലസ്. അതാണ് നമ്മൾ പറഞ്ഞത്. കേസ് 1 എടുത്തു. ഓർഡർ ഓഫ് ജി ഇൻഫൈനൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എ ഇസ് ദി ജനറേറ്റർ ഓഫ് ജി ആയതുകൊണ്ട് അതായത് ഓർഡർ എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് ആയിരിക്കും. അതായത് സിൻസ് ഓർഡർ ഓഫ് എ ഈസ് ഇൻഫൈനൈറ്റ് ഫോർ ഓൾ പോസിറ്റീവ് ഇൻഡിജർ എം, എ റേസ് ടു എം നോട്ട് ഈക്വൽ ടു ഇ. ഓക്കെ, സപ്പോസ് എ റേസ് ടു 5 ഈക്വൽ ടു ഇ ആയിരുന്നെങ്കിൽ ഓർഡർ ഓഫ് ജി എന്തായിരിക്കുമായിരുന്നു? 5 ആവുമായിരുന്നു. ഓക്കെ, പക്ഷെ നമുക്ക് എന്തുണ്ട്? ഓർഡർ ഓഫ് ജി ഇൻഫിനിറ്റി ആണ്. അപ്പോൾ എ റേസ് ടു 5, എ റേസ് ടു 6 ഒന്നും എന്താവില്ല? ഇയോട് ഈക്വൽ ആവില്ല. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താ?
ആ ജി ഈസ് ഐസോമോർഫിക് ടു സെഡ് പ്ലസ് എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. അത് 1 ആവണം, ഓൺ ടു ആവണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യാൻ പോണത്, നമ്മൾ ഈ ജിക്കകത്തെ ആൾക്കാരൊക്കെ ഏത് രൂപത്തിലാണ്? സെറ്റ് ഓഫ് ഓൾ എ റേസ് ടു എം, എം ബിലോങ്സ് ടു സെഡ്. ഇതിനകത്ത് എലമെന്റുകളെല്ലാം ഇപ്പോൾ ഒരു എ റേസ് ടു എം, എ റേസ് ടു എൻ എടുത്തു, എ റേസ് ടു എൻ എടുത്തു, വേർ എം നോട്ട് ഈക്വൽ ടു എൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത് എ റേസ് ടു എം നോട്ട് ഈക്വൽ ടു എ റേസ് ടു എൻ ആണ്. ഓക്കെ, നമ്മളെ ക്ലെയിം ഇതാണ്. എമ്മും എന്നും ഈക്വൽ അല്ലെങ്കിൽ എ റേസ് ടു എം എ റേസ് ടു എന്നും ഈക്വൽ ആവില്ല. അതാണ് നമ്മൾ ഫസ്റ്റ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ പ്രൂവ് ചെയ്യാൻ തുടങ്ങുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെടുത്തു, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാ, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എ റേസ് ടു എം ഐ എടുക്കാം, എ റേസ് ടു ഐ നോട്ട് ഈക്വൽ ടു എ റേസ് ടു ജെ ഫോർ ഐ നോട്ട് ഈക്വൽ ടു ജെ. അതായത് പവേഴ്സ് ഈക്വൽ അല്ലെങ്കിൽ ഒരിക്കലും അതിൻ്റെ എ റേസ് ടു എലമെന്റ്സ് ഈക്വൽ ആവില്ല. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ബൈ കോൺട്രഡിക്ഷൻ മെത്തേഡ് നമ്മൾ ചെയ്യണത്, നമ്മൾ എന്ത് ചെയ്തു, സപ്പോസ് എ റേസ് ടു ഐ ഇസ് ഈക്വൽ ടു എ റേസ് ടു ജെ ഫോർ ഐ നോട്ട് ഈക്വൽ ടു ജെ, ഐയും ജെയും ഈക്വൽ അല്ലെങ്കിൽ എ റേസ് ടു ഐ ഈക്വൽ ടു എ റേസ് ടു ജെ. ഐ നോട്ട് ഈക്വൽ ടു ജെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, ഐ ഗ്രേറ്റർ ദാൻ ജെ ഓർ ജെ ഗ്രേറ്റർ ദാൻ ഐ, ഏതെങ്കിലും ഒന്നാവാം. അപ്പോൾ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഐയും ജെയും ഏതായാലും കുഴപ്പമില്ല, നമ്മൾ ഒരു കേസ് മാത്രമേ പ്രൂവ് ചെയ്യുള്ളൂ, രണ്ടാമത്തെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രൂവ് ചെയ്യുന്നില്ല. സോ വി ഹാവ് എ റേസ് ടു ഐ equal to a raised to j for I greater than j and I comma j belongs to z. ഐയും ജെയും സെഡിന്റെ എലമെന്റ്സ് ആണ്. അതിനകത്ത് I greater than j ആണെങ്കിൽ we can say that a raised to I equal to a raised to j. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു നമുക്ക് കിട്ടിയത് എന്താണ്, a raised to I is equal to a raised to j for I greater than j. I greater than j ആണെങ്കിൽ what is I minus j? രണ്ട് പുറത്ത് എന്ത് ചെയ്തു, j സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ I minus j is greater than j minus j. j minus j എന്താ, 0. Therefore we can say that I minus j is greater than 0. ക്ലിയർ ആണല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഇക്വേഷൻ്റെ രണ്ട് പുറത്തും എ റേസ് ടു മൈനസ് ജെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്തുണ്ടാവും, എ റേസ് ടു ഐ ഇൻറ്റു എ റേസ് ടു മൈനസ് ജെ ഇസ് ഈക്വൽ ടു എ റേസ് ടു ജെ ഇൻറ്റു എ റേസ് ടു മൈനസ് ജെ. രണ്ട് പുറത്ത് എന്ത് ചെയ്തു, മൈനസ് ജെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇതെന്തായി മാറും, വിച്ച് ഇംപ്ലൈസ് എ റേസ് ടു ഐ മൈനസ് ജെ ഇസ് ഈക്വൽ ടു എ റേസ് ടു ജെ മൈനസ് ജെ. ജെ മൈനസ് ജെ എന്താ, 0. എ റേസ് ടു 0. എ റേസ് ടു 0 പറഞ്ഞാൽ ഇ. സോ വി ഗെറ്റ്, എന്താ നമുക്ക് കിട്ടിയത്, വി ഗെറ്റ് എ റേസ് ടു ഐ മൈനസ് ജെ ഇസ് ഈക്വൽ ടു ഇ ഫോർ ഐ മൈനസ് ജെ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഐയും ജെയും എവിടുത്തെയാണ്, ഐ കോമ ജെ ബിലോങ്സ് ടു സെഡ്. ഐയും ജെയും സെഡിനകത്തെ എലമെന്റ്സ് ആണ്. ഐയും ജെയും സെഡിനകത്തെ എലമെന്റ്സ് ആണ്. എൻ്റെ ഐ മൈനസ് ജെ എന്താണ്, പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എ റേസ് ടു ഐ മൈനസ് ജെ ഈക്വൽ ടു 0. പക്ഷെ നമ്മൾ അസംപ്ഷൻ എന്തായിരുന്നു, ഓർഡർ ഓഫ് ജി ഈസ് ഇൻഫിനിറ്റി. ദർഫോർ എ റേസ് ടു എം നോട്ട് ഈക്വൽ ടു ഇ ഫോർ എനി എം ബിലോങ്സ് ടു സെഡ് പ്ലസ്. എം എന്ന ഏത് പോസിറ്റീവ് നമ്പർ എടുത്താലും എ റേസ് ടു എം എന്താവില്ല, ഇയോട് ഈക്വൽ ആവില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എ റേസ് ടു പോസിറ്റീവ് നമ്പർ ഈക്വൽ ടു ഇ എന്ന് കിട്ടി.
അതൊരു കോൺട്രഡിക്ഷൻ അല്ലേ? എയുടെ ഒരു പോസിറ്റീവ് പവർ എന്തായി? ഈ ആയി. കോൺട്രഡിക്ഷൻ ആണ്. നമ്മൾ അസംഷൻ പ്രകാരം ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ കിട്ടാൻ കാരണം എന്താണ്ടാ? നമ്മൾ എന്ത് അസം ചെയ്തുകൊണ്ടാണ്? എ റേസ് ടു നമ്മൾ അസ്യൂം ചെയ്തെന്താ? എ റേസ് ടു ഐ ഇസ് ഈക്വൽ ടു എ റേസ് ടു ജെ ഫോർ ഐ നോട്ട് ഈക്വൽ ടു ജെ. അതൊരു കോൺട്രഡിക്ഷൻ ആണ്. ദർഫോർ എ റേസ് ടു ഐ നോട്ട് ഈക്വൽ ടു എ റേസ് ടു ജെ ഫോർ ഐ നോട്ട് ഈക്വൽ ടു ജെ. അതായത് പവേഴ്സ് ഈക്വൽ ആയാൽ മാത്രമേ ടേമുകൾ ഈക്വൽ ആവുള്ളൂ. അതായത് ജിക്കകത്തെ എല്ലാ എലമെന്റ്സും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ജിക്കകത്തെ ഒരു എലമെന്റും ഈക്വൽ ആയി വരില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സപ്പോസ് ചെയ്തു എ റേസ് ടു ഐ ഈക്വൽ എ റേസ് ടു ജെ, y, j ബിലോങ്സ് ടു z ആണ്. ദർഫോർ ഐ നോട്ട് ഈക്വൽ ടു ജെ. അങ്ങനെയാണെങ്കിൽ ഐ ഗ്രേറ്റർ ദാൻ ജെ ആവാം, അല്ലെങ്കിൽ ജെ ഗ്രേറ്റർ ദാൻ ഐ ആവാം. എന്തായാലും കുഴപ്പമില്ല. ഇനി ജെ ഗ്രേറ്റർ ദാൻ ഐ ആണെച്ചാൽ എ റേസ് ടു ഐ മൈനസ് ജെക്ക് പകരം ജെ മൈനസ് ഐ ആവുന്നു മാത്രം, പോസിറ്റീവോ. അങ്ങനെയാണെങ്കിൽ എ റേസ് ടു ഐ ഈക്വൽ ടു എ റേസ് ടു ജെ ആണ്. രണ്ട് പുറത്തും മൈനസ് ജെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ എ റേസ് ടു ഐ മൈനസ് ജെ ഈക്വൽ ടു എ റേസ് ടു 0 ഈക്വൽ ടു ഇ എന്ന് കിട്ടി. ഫോർ ഐ മൈനസ് ജെ ഗ്രേറ്റർ ദാൻ 0. അതൊരു കോൺട്രഡിക്ഷൻ ആണ്. ദർഫോർ ജിക്കകത്തെ എലമെന്റ് എയുടെ പവേഴ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. എലമെന്റ് എയുടെ പവേഴ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ ആ ടേമുകൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. അതായത് ജിക്കകത്തെ എല്ലാ എലമെന്റ്സും എന്തായിരിക്കും? ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. അതായത് എവറി എലമെന്റ് ഓഫ് ജി ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് എ റേസ് ടു എം ഫോർ യുണീക്ക് എം ബിലോങ്സ് ടു സെഡ്. വാക്ക് ശ്രദ്ധിക്കണം, യുണീക്ക് എം ബിലോങ്സ് ടു സെഡ് ആയിരിക്കും. അതായത് ജിക്കകത്തെ എലമെന്റ്സ് ജി സൈക്ലിക് ആണ്. ജിയുടെ ജനറേറ്റർ എ ആയതുകൊണ്ട് ജിക്കകത്തെ എലമെന്റ്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എയുടെ പവേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും. ആ എയുടെ പവേഴ്സ് ഒക്കെ എന്തായിരിക്കും? യുണീക്ക് ആയിരിക്കും. അതായത് എക്കകത്ത് ഐയും എ റേസ് ടു ഐയും എ റേസ് ടു ജെയും ഒരിക്കലും എന്താവില്ല? ഈക്വൽ ആവില്ല. അതുകൊണ്ട് യുണീക്ക് ആയിരിക്കും. ഓക്കെ, അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ഫൈ ഫ്രം ജി ടു സെഡ് ബൈ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഫൈ ഓഫ് എ റേസ് ടു ഐ ഇസ് ഈക്വൽ ടു ഐ. അപ്പോൾ എ റേസ് ടു ഐ എന്ന് പറഞ്ഞാൽ സെഡ് എലമെന്റ് ആണ് അല്ലേ? എ സ്ക്വയർ. അപ്പോൾ എന്ത് ചെയ്യും? ഇതെന്താ ഉണ്ടാവുക? എ സ്ക്വയറിനെ എങ്ങനെ മാപ്പ് ചെയ്യുക? എ സ്ക്വയറിനെ 2ലേക്ക് മാപ്പ് ചെയ്യും. എ റേസ് ടു മൈനസ് 5നെ എങ്ങോട്ട് മാപ്പ് ചെയ്യും? മൈനസ് 5ലേക്ക് മാപ്പ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ നമുക്കറിയാം ഈ ഫംഗ്ഷൻ എന്താണ്? ഇത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഫംഗ്ഷൻ ഒരു 1 on 2 ഫംഗ്ഷൻ ആണ് പ്രൂവ് ചെയ്യണം. ഫംഗ്ഷൻ 1 on 2 ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് ആദ്യം വേണ്ടത് ഈ ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. വെൽ ഡിഫൈൻഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ചെയ്തതാണ് ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ ദെൻ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ ഫൈ ആണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാൻ മതി? ഇഫ് എക്സിനും വൈക്കും പകരം എന്ത് കൊടുക്കുക? എ റേസ് ടു ഐ എ റേസ് ടു ജെ. അതായത് ഇഫ് എ റേസ് ടു ഐ നോട്ട് ഈക്വൽ ടു എ റേസ് ടു ജെ ദെൻ ഫൈ ഓഫ് എ റേസ് ടു ഐ നോട്ട് ഈക്വൽ ടു എ റേസ് ടു ജെ. ഫൈ ഓഫ് എ റേസ് ടു ജെ ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്താണ്. ഫൈ ഓഫ് എ റേസ് ടു എന്ന് പറഞ്ഞാൽ ഐ നോട്ട് ഈക്വൽ ടു ജെ. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്താണ് എ റേസ് ടു ഐ നോട്ട് ഈക്വൽ ടു എ റേസ് ടു ജെ ആണെങ്കിൽ ഐ നോട്ട് ഈക്വൽ ടു ജെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ പ്രൂവ് ചെയ്താണ്. അതുകൊണ്ട് നമുക്ക് തന്ന ഫംഗ്ഷൻ ഈസ് വെൽ ഡിഫൈൻഡ് ആണ്. നമ്മൾ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ എന്താണ്? വെൽ ഡിഫൈൻഡ് ആണ്. ഇനി നോക്കാം, ഈസ് ഇറ്റ് 1 അത് 1 ആണോ? 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? എ റേസ് ടു ഐ നോട്ട് ഈക്വൽ ടു എ റേസ് ടു ജെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദർഫോർ ഐ നോട്ട് ഈക്വൽ ടു ജെ. അപ്പോൾ രണ്ട് എലമെന്റുകൾ എക്സ് നോട്ട് ഈക്വൽ ടു വൈ ആണെങ്കിൽ ഫൈ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ഫൈ ഓഫ് വൈ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദെൻ വി ക്യാൻ സേ ദാറ്റ് ഫൈ ഈസ് 1 ഫൈ എന്ന ഫംഗ്ഷൻ എന്താണ്? 1 ആണ്. ഓക്കെ, ദെൻ പ്രൂവ് ചെയ്യാണ്. ഇനി ഓൺ ടു ആണ് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഏതൊരു ഐ ബിലോങ്സ് ടു സെഡ് എടുത്തു അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദെൻ ഫൈ ഓഫ് എ റേസ് ടു ഐ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? അയ്യോ അല്ലേ? എക്സാമ്പിൾ നമ്മൾ 100 ബിലോങ്സ് ടു സെഡ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഫൈ ഓഫ് എ റേസ് ടു 100 എന്തായിരിക്കും?
is equal to 100. So there exists A100 എന്നുള്ള എലമെന്റ് എവിടെ ഉണ്ടാവും? Gക്ക് അകത്തുണ്ടാവും. There exists an element A raised to 100 belongs to G. അപ്പോൾ ഒരു 5 എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആരുണ്ടാവും? Gക്ക് അകത്ത് ഒരു A raised to 5 ഉണ്ടാവും. അപ്പോൾ Z-നകത്ത് ഏത് എലമെന്റ്? Z-നകത്ത് -10 എന്നുള്ള എലമെന്റ് എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് A raised to -10 എന്നുള്ള എലമെന്റ് എവിടെ ഉണ്ടാവും? Gക്ക് അകത്ത് ഉണ്ടാവും. ഇതിന്റെ ഇമേജ് -10 ആവണം. സോ അത് 1 on 2 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് കാണിക്കണം. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് phi of A raised to I into A raised to J is equal to phi of A raised to I plus phi of A raised to J. A raised to J. A raised to J. ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ Gക്ക് അകത്ത് ഓപ്പറേഷൻ ആണ് വരേണ്ടത്. ഇവിടെ Z-നകത്ത് ഓപ്പറേഷൻ. Z-നകത്ത് ഓപ്പറേഷൻ ആരാണ്? അഡീഷൻ ആണ് അല്ലേ? Gക്ക് അകത്ത് ഓപ്പറേഷൻ. Therefore, phi of what is A raised to I into A raised to J is A raised to I plus J is equal to I plus J അല്ലേ? A raised to phi of A square 2 ആണ്. അപ്പോൾ phi of A raised to I plus J എന്താവും? I plus J is equal to I നമുക്ക് എന്ത് എഴുതാം? phi of A raised to I എന്ന് എഴുതാലോ plus phi of A raised to J. So phi എന്ന ഫംഗ്ഷൻ 1 ആണ്, on 2 ആണ്, ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. Therefore phi is a isomorphism from G to Z. Therefore G is isomorphic to Z. G എന്നത് Z-നോട് ഐസോമോർഫിക് ആണ്. ഓക്കെ, അപ്പോൾ ഡിഫൈൻ ചെയ്തു. phi of A raised to I എന്നാണ് I എന്നെടുത്തു. അതിനകത്ത് പവേഴ്സ് ഒക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആണ്, അതുകൊണ്ട് ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആണ്. ഇനി A raised to I not equal to A raised to J ആണെങ്കിൽ I not equal to J ആണ്. Therefore phi of A raised to I not equal to A raised to J. That is phi is 1 2. ഇനി ഏത് Z-നകത്ത് ഏതൊരു I എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് A raised to I എവിടെ ഉണ്ടാവും? Gക്ക് അകത്ത് ഉണ്ടാവും. That phi of A raised to I equal to I ആയിട്ട്. അപ്പോൾ phi എന്നത് 1 ആണ്. പിന്നെ ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് phi എന്നത് ഒരു 1 on 2 ഹോമോമോർഫിസം ആണ്. Therefore phi is an isomorphism from G to Z. Therefore if G is infinite cyclic group, G എന്നുള്ളത് ഒരു ഇൻഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ആണെങ്കിൽ it is isomorphic to Z plus ആയിരിക്കും. ഇനി ഇതേപോലെ നമ്മൾ കേസ് 2 എടുക്കണം. കേസ് 2 നമ്മൾ എന്തെടുക്കാണ്? let order of G is equal to n എടുക്കും. സോറി, order of G is equal to n ഫൈനൈറ്റ് ആണെന്ന് എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? we have to prove that G is isomorphic to Zn അല്ലേ? Zn ഓപ്പറേഷൻ ആരാ? അഡീഷൻ മോഡുലോ n. അപ്പോൾ G എന്നത് Zn അഡീഷൻ മോഡുലോ n-നോട് ഐസോമോർഫിക് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് G ന്ന് Zn-ലേക്ക് ഒരു 1 on 2 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, അത് വേണ്ടിയിട്ട് നമുക്കറിയാം ജിയുടെ ഓർഡർ n ആണ് എന്ന് പറഞ്ഞാൽ we can say that n is the smallest positive integer such that A raised to n is equal to e. അല്ലേ? നമ്മൾ പറഞ്ഞു A raised to ജിയുടെ ഓർഡർ m ആണെങ്കിൽ A raised to m equal to e ആവുന്ന തരത്തിൽ ഏറ്റവും ചെറിയ ആളാരായിരിക്കും? m ആണ്. അപ്പോൾ ഓർഡർ ഓഫ് G is equal to n ആണെങ്കിൽ A raised to n equal to e. അപ്പോൾ ജിയുടെ ഓർഡർ 2 ആണെങ്കിൽ A സ്ക്വയർ മാത്രമേ ഇയോട് ഈക്വൽ ആവുള്ളൂ. A raised to 1 ഒരിക്കലും ഇയോട് ഈക്വൽ ആവില്ല. അപ്പോൾ ഇഫ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ if order of G is equal to 5, എക്സാമ്പിൾ പറയാം. if order of G is equal to 5 ആണ്. if order of G is equal to 5, then A square, A cube and A raised to 4, these are not equal to e. So G യുടെ ഓർഡർ 5 ആണെങ്കിൽ A
എ സ്ക്വയർ എ ക്യൂബ് എ റേസ് ടു 4 ഇതൊന്നും എന്തിനോട് ഈക്വൽ ആവില്ല, ഇയോട് ഈക്വൽ ആവില്ല. ബട്ട് എ റേസ് ടു 5 ഈക്വൽ ടു എന്താവും, ഇ ആവും. ഓക്കെ, ഇതാണ് കണ്ടീഷൻ. ഓക്കെ, ഇതിന് മുകളിലേക്കുള്ള എ റേസ് ടു 6 എ റേസ് ടു 7 ഒക്കെ എന്താ വെച്ചാവാം. പക്ഷെ ഇത്രയുള്ള കൺസെപ്റ്റ് ജിയുടെ ഓർഡർ 5 ആണെങ്കിൽ പവർ 5 ആവുന്ന വരെയുള്ള ഒരു പോസിറ്റീവ് പവർ എന്താവില്ല, ഇയോട് ഈക്വൽ ആവില്ല. അപ്പൊ എ സ്ക്വയർ എ ക്യൂബ് എ റേസ് ടു 4 അതൊന്നും എന്താവില്ല, ഇയോട് ഈക്വൽ ആവില്ല. പക്ഷെ എ റേസ് ടു 5 എന്താവും, ഇ ആവും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്തെടുത്തു, ജി ഫൈനൈറ്റ് ഓർഡർ ആണ്, ജിയുടെ ഓർഡർ n ആണെന്ന് എടുത്തു. ജിയുടെ ജനറേറ്റർ എ ആണ്. സോ അവിടെ എന്തുണ്ടാവും, ഒരു സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ n ഉണ്ടാവും. അത് റേസ് ഈക്വൽ ടു ഇ. ഇനി നമ്മൾ സെറ്റ് എടുക്കുകയാണ്, എച്ച് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഇ എന്ന് പറഞ്ഞാൽ ആരാ, ഈക്വൽ ടു എ റേസ് ടു 0, എ റേസ് ടു 1 എ സ്ക്വയർ എ ക്യൂബ് എക്സെട്ര എ റേസ് ടു n-1 വരെയുള്ള ഒരു സെറ്റായിട്ട് ആരെടുത്തു, എച്ചിനെ എടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് നേരത്തെ ചെയ്ത അതേമാതിരി തന്നെയാണ്. ഇതിനകത്തെ ടേമുകളൊന്നും എയോട് ഇസ് നോട്ട് ഈക്വൽ ടു ഇ ആയിരിക്കും. അതായത് ഇതിനകത്ത് എലമെൻറ്റുകളൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് എ റേസ് ടു ഐ നോട്ട് ഈക്വൽ ടു എ റേസ് ടു ജെ ഫോർ ഐ for 0 less than I less than j less than n, j less than or equal to n. അപ്പോൾ ഈ 0ക്കും n-നും ഇടയ്ക്കുള്ള ഏത് ഐയും ജെയും എടുത്താലും, ഡിസ്റ്റിങ്ക്റ്റ് ആയ ഏത് ഐയും ജെയും എടുത്താലും ആ പവേഴ്സ് ഈക്വൽ ആവില്ല. അതായത് ഇപ്പോൾ നമ്മൾ എച്ച് എന്നുള്ള സെറ്റ് എന്താ എടുത്ത്, എ റേസ് ടു 0 എ റേസ് ടു 1 എ സ്ക്വയർ എ ക്യൂബ് എക്സെട്ര എ റേസ് ടു n-1. ഓക്കെ, ഇതിനകത്ത് ഈ എ റേസ് ടു 0 ഒഴിവാക്കിയാൽ ബാക്കിയുള്ള ഒരു എലമെന്റ് എന്ത് ചെയ്യില്ല, റിപ്പീറ്റ് ചെയ്യില്ല. ഓക്കെ, ഇതിനകത്ത് എല്ലാ എലമെന്റ്സും ഡിസ്റ്റിങ്ക്റ്റ് ആണ്, ഇതാണ് പ്രൂവ് ചെയ്യണം. ഇതിനകത്ത് ഏത് രണ്ട് എലമെന്റ്സ് എടുത്താലും ഒക്കെ എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അതായത് ഇതിനകത്ത് മൊത്തം എത്ര ആളുണ്ടാവും, n എലമെന്റ്സ് ഉണ്ടായിരിക്കും. ഇതാണ് പ്രൂവ് ചെയ്യണത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേമാതിരി തന്നെ നമ്മൾ എന്തെടുത്തു, എ റേസ് ടു I is equal to a raised to j എന്നെടുത്തു. നോട്ട് ഈക്വൽ ടു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്, സച്ച് ദാറ്റ് 0 ലെസ് ദാൻ I ലെസ് ദാൻ j ലെസ് ദാൻ n. എന്നിനകത്ത് 0ക്കും n-നും ഇടയിലുള്ള I, j എന്നുള്ള രണ്ട് എലമെന്റ്സ് എടുത്തു. അപ്പോൾ എ റേസ് ടു ഈക്വൽ ടു എ റേസ് ടു ജെ. അപ്പോൾ വലുത് ആരാ, ഇവിടെ ജെ ആണ് വലുത്. ഓക്കെ, അപ്പോൾ ജെ മൈനസ് ഐ എന്നുള്ളത് പോസിറ്റീവ് ആവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടിക്കലും മൈനസ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എ റേസ് ടു ഐ ഇൻറ്റു എ റേസ് ടു മൈനസ് ഐ ഇസ് ഈക്വൽ ടു എ റേസ് ടു ജെ ഇൻറ്റു എ റേസ് ടു മൈനസ് ഐ ഫോർ 0 ലെസ് ദാൻ ജെ മൈനസ് ഐ ഇസ് ലെസ് ദാൻ n. അല്ലേ, 0യും ഐയും ജെയും 0ക്കും n-നും ഇടയ്ക്കാണ്. അപ്പോൾ ഐ മൈനസ് ജെ എന്നുള്ളത് പോസിറ്റീവ്, 0-നേക്കാൾ വലുതാണ്, n-നേക്കാൾ ചെറുതുമായിരിക്കും. ഓക്കെ, therefore ഇവിടെ എന്താവും, എ റേസ് ടു 0. എ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ ആരാ, ഇ ഇസ് ഈക്വൽ ടു എ റേസ് ടു ജെ മൈനസ് ഐ എന്ന് പറയാൻ പറ്റും. അപ്പോൾ n-ന് താഴെയുള്ള ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ എ റേസ് ടു ജെ മൈനസ് ഐ എന്തായി, ഇ എന്ന് കിട്ടി. പക്ഷെ നമ്മൾ അസംഷൻ പ്രകാരം എന്താണ്, n is the smallest positive integer such that a raised to n equal to e. അപ്പോൾ a raised to n equal to e എന്ന് എഴുതണമെങ്കിൽ n ആയിരിക്കണം ഏറ്റവും ചെറിയ പോസിറ്റീവ് നമ്പർ, പോസിറ്റീവ് ഇൻറ്റിജർ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, a raised to j minus i is equal to e എന്ന് കിട്ടി. പക്ഷെ j minus i എന്നുള്ളത് n-നേക്കാൾ ചെറുതാണ്. So which is a contradiction. Therefore a raised to i not equal to a raised to j. അതായത് എച്ചിനകത്തെ എല്ലാ എലമെന്റ്സും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് പറയുന്നത്, എച്ചിനകത്തെ എല്ലാ എലമെന്റ്സും എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഓക്കെ, അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ജിയോണാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു, നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത് എച്ച് ഇസ് ഈക്വൽ ടു ജി എന്നാണ്. എച്ച് ഇസ് ഈക്വൽ ടു ജി എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം, സബ്സെറ്റ് പ്രൂവ് ചെയ്യണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ജി സബ്സെറ്റ് എച്ച് എന്ന് കാണിക്കുകയാണ്. അപ്പോൾ എക്സ് ബിലോങ്സ് ടു ജി എടുത്തു. പ്രൂവ് ചെയ്യേണ്ടതാണ് എച്ച് ഇസ് ഈക്വൽ ടു ജി. എച്ച് ഈക്വൽ ടു ജി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ജി is a subset of H എന്നും H is a subset of G എന്നും കാണിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്താണ്, H is a subset of G. അതിനുവേണ്ടി G is a subset of H. അതിനുവേണ്ടി ജിക്കകത്ത് എലമെന്റ് എടുത്താൽ അത് എച്ചിനകത്തുണ്ടെന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ ജിക്കകത്ത് ആരെടുത്തു, എക്സിനെടുത്തു. നമുക്കറിയാം ജിക്കകത്ത് എലമെന്റ്സ് ഒക്കെ ഏത് രൂപത്തിലാണ്, എ റേസ് ടു എൻ എന്ന രൂപത്തിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ we can say that x is equal to some a raised to m, where m belongs to z. Okay, അപ്പോൾ നമ്മൾ ഡിവിഷൻ അൽഗോരിതം, m എന്നതൊരു ഇൻറ്റിജർ ആണ്, n എന്നത് പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. അങ്ങനെയാണെങ്കിൽ ഡിവിഷൻ അൽഗോരിതം പ്രകാരം m is equal to നമുക്ക് എന്ത് എഴുതാൻ പറ്റും, q n plus r എഴുതാം, where q, r belongs to z and 0 less than r less than n. m ഒരു ഇൻറ്റിജർ ആണ്, അതുകൊണ്ട് n ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയതുകൊണ്ട് ഡിവിഷൻ അൽഗോരിതം പ്രകാരം m is equal to എന്ത് എഴുതാം, q n plus r എന്ന് എഴുതാൻ പറ്റും. അവിടെ qവും rഉം പോസിറ്റീവ്, qവും rഉം ഇൻറ്റിജേഴ്സ് ആയിരിക്കും, such that 0 less than r less than n. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എ റേസ് ടു എം നമുക്കറിയാം. ഈ എമ്മിനെ മാറ്റി നമുക്ക് എന്ത് എഴുതാം, എ റേസ് ടു എമ്മിന് പകരം എന്ത് എഴുതാം, ക്യു എൻ പ്ലസ് ആർ അല്ലേ, വേറെ ആർ എന്താ, 0 ലെസ് ദാൻ ആർ ലെസ് ദാൻ എൻ ആണല്ലോ, വിച്ച് ഇസ് ഈക്വൽ ടു എ റേസ് ടു ക്യു എൻ ഇൻറ്റു എ റേസ് ടു ആർ അല്ലെ, സ്പ്ലിറ്റ് ചെയ്തുകൂടാ. എ റേസ് ടു ക്യൂവിനെ നമുക്ക് എന്ത് എഴുതാം, എ റേസ് ടു എൻ ഹോൾ റേസ് ടു ക്യൂ ഇൻറ്റു എ റേസ് ടു ആർ, വിച്ച് ഇസ് ഈക്വൽ ടു what is a raised to n? a raised to n എന്ന് പറഞ്ഞാൽ e ആണ്. അപ്പോൾ e raised to q ഇൻറ്റു എ റേസ് ടു ആർ. e raised to q എന്താ, e ഇൻറ്റു എ റേസ് ടു ആർ ഇസ് ഈക്വൽ ടു എ റേസ് ടു ആർ എന്ന് കിട്ടി. എ റേസ് ടു ആർ എന്ന് പറഞ്ഞാൽ എന്താ, 0ക്കും n-നും ഇടയ്ക്കാണ്. നമുക്കറിയാം 0ക്കും n-നും ഇടയ്ക്കുള്ള എല്ലാ പവേഴ്സും എച്ചിനകത്തുണ്ട്. therefore a raised to r belongs to h ആണ്, which implies x belongs to h. ഇത് x ഈക്വൽ ടു ആണ്. അപ്പോൾ എക്സ് എന്നത് എവിടെ ഉണ്ട്, എച്ചിനകത്തുണ്ട്. അപ്പോൾ ജിക്ക് അകത്തുനിന്ന് ഒരു എക്സ് എടുത്തു, അതെവിടെ ഉണ്ട്, എച്ചിനകത്തുണ്ട്. സോ ജി ഈസ് എ സബ്സെറ്റ് ഓഫ് എച്ച്. തിരിച്ചു പറയാൻ പറ്റും, എച്ചിനകത്ത് അല്ലേ, എച്ച് എന്ന് പറഞ്ഞാൽ എന്താ, എച്ച് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ റേസ് ടു 0, എ റേസ് ടു 1 എക്സെട്ര എ റേസ് ടു n-1. ഇത്ര ആൾക്കാരെയാണ് നമ്മൾ എച്ച് എന്ന് പറയാം. ജി പറഞ്ഞെന്താ, ജി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സെട്ര എ റേസ് ടു -2, എ റേസ് ടു -1, എ റേസ് ടു 0, എ റേസ് ടു 1 എക്സെട്ര അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും എച്ച് എന്നുള്ളത് എന്താണ്, എച്ച് എന്നത് ജിയുടെ ഒരു സബ്സെറ്റ് ആണ്. സോ എച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് ജി. നമുക്ക് നേരത്തെ കിട്ടിയത് ജി ഈസ് എ സബ്സെറ്റ് ഓഫ് എച്ച്. അപ്പോൾ ഇത് രണ്ടും പ്രകാരം നമുക്ക് എന്ത് എഴുതാം, ഫ്രം ദിസ് ടു എച്ച് ഇസ് ഈക്വൽ ടു ജി. എച്ചും ജിയും ഈക്വൽ ആണ്. അതാണ് നമ്മൾ എടുത്ത് പറഞ്ഞത്, എക്സ് ബിലോങ്സ് ടു ജി എടുത്തു. അപ്പോൾ എക്സിന് നമുക്ക് എ റേസ് ടു എം എന്ന് എഴുതാൻ പറ്റും. എം സെഡിനകത്ത് എലമെന്റ്സ് ആണ്. അങ്ങനെ ഡിവിഷൻ അൽഗോരിതം പ്രകാരം എം ഇസ് ഈക്വൽ ടു ക്യൂ എൻ പ്ലസ് ആർ എന്ന് എഴുതാൻ പറ്റും. പെർ ക്യൂ ആൻഡ് ആർ ബിലോങ്സ് ടു സെഡ് ആണ്, 0 ലെസ് ദാൻ ഈക്വൽ ടു ആർ ലെസ് ദാൻ എൻ. അങ്ങനെയാണെങ്കിൽ എക്സിനെ എ റേസ് ടു എം എന്ന് എഴുതാം, എ റേസ് ടു എമ്മിന് പകരം ക്യൂ എൻ പ്ലസ് ആർ എന്ന് എഴുതാം. സ്പ്ലിറ്റ് ചെയ്തു, എ റേസ് ടു ക്യൂ എൻ പ്ലസ് ഇൻറ്റു എ റേസ് ടു ആർ. എ റേസ് ടു ക്യൂ എൻ നമുക്ക് എ റേസ് ടു എൻ ഓൾ റേസ് ടു ക്യൂ ഇൻറ്റു എ റേസ് ടു ആർ ദാറ്റ്സ് ഈക്വൽ ടു ഇ റേസ് ടു ക്യൂ ഇൻറ്റു എ റേസ് ടു ദാറ്റ്സ് എ റേസ് ടു ആർ. അപ്പോൾ അത് എച്ചിനകത്തുണ്ട്. therefore ജി ഇസ് എ സബ്സെറ്റ് ഓഫ് എച്ച്. ക്ലിയർലി നമുക്ക് എന്താ പറയാൻ പറ്റും, എച്ച് എന്നത് ജിയുടെ ഒരു പാർട്ടാണ്. therefore എച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് ജി. therefore എച്ച് ഇസ് ഈക്വൽ ടു ജി എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജിക്ക് അകത്ത് എത്ര ആൾക്കാരേ ഉള്ളൂ, n എലമെന്റ്സ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളത് റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. ഓക്കെ,
ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമുക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ഫൈ ഫ്രം ജി ടു സെഡ് എൻ. ജി എന്ന് സെഡ് എന്നിലേക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ബൈ ഡിഫൈൻ ചെയ്യുകയാണ് psi ഓഫ് എ റേസ് ടു ഐ ഇസ് ഈക്വൽ ടു ഐ. ഫംഗ്ഷൻ തന്നെ എ റേസ് ടു ഐ ഇസ് ഈക്വൽ ടു ഐ എന്നൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. വേർ ഐ ഇസ് ഈക്വൽ ടു 0, 1, 2, etc. n-1. അപ്പോൾ നേരത്തെ ഒറ്റ പ്രശ്നമുള്ളൂ. നേരത്തേൽ എന്തുണ്ടാവില്ല? കണ്ടീഷൻ ഈ ഐ ഇസ് ഈക്വൽ ടു 0, 1, 2, 3, etc. n-1 ഉണ്ടായിരുന്നില്ല. ഐ എന്നത് സെഡിനകത്ത് ഇൻഡിജർ ആവണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ എന്തുണ്ടാവും? 0ക്കും n-1 ഇടയ്ക്കുള്ള ഇൻഡിജർ മാത്രമേ വരാൻ പാടൂ. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് കിട്ടിയിട്ടുണ്ട് എ റേസ് ടു ഇഫ് ഐ നോട്ട് ഈക്വൽ ടു ജെ. നമുക്ക് എന്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്? ഇഫ് ഐ നോട്ട് ഈക്വൽ ടു ജെ ആണെങ്കിൽ നമുക്ക് എന്താ പറയാം? വിച്ച് ഇംപ്ലൈസ് എ റേസ് ടു ഐ നോട്ട് ഈക്വൽ ടു എ റേസ് ടു ജെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. Therefore this function is well defined ആണ്. ഇനി നമുക്കറിയാം ഇഫ് എ റേസ് ടു ഐ ഇസ് ഈക്വൽ ടു ഇതേപോലെ ഇതിനകത്ത് എല്ലാ എലമെന്റ്സും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? psi is 1, 1. ഇനി Zn എന്ന് പറഞ്ഞാൽ 0 മുതൽ n-1 വരെയുള്ളതാണ്. ഇതിനകത്ത് ഏത് എലമെന്റ് എടുത്താലും ഇതിനകത്ത് ഏതൊരു എലമെന്റ് ഇവിടെ ഒരു എലമെന്റ് m എടുക്കുകയാണെങ്കിൽ ആ എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും? there exists for every m belongs to Zn there exists a raised to m belongs to h. h എന്ന് പറഞ്ഞാൽ g. ഓക്കെ, അപ്പോൾ ഏതൊരു എം എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാവും ഒരു ജി ഉണ്ടാവും. സോറി, ജിക്ക് ഒരു എ റേസ് ടു എം ഉണ്ടാവും. therefore psi is onto. psi എന്നത് onto ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പോവാണ്? എ റേസ് ടു psi ഓഫ് എ റേസ് ടു ഐ ജെ. നമുക്ക് എന്ത് എഴുതാം? എ റേസ് ടു psi ഓഫ് എ റേസ് ടു ഐ ഇൻറ്റു എ റേസ് ടു ജെ. നമുക്ക് എന്ത് എഴുതാം? psi ഓഫ് എ റേസ് ടു ഐ പ്ലസ് ജെ എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ജെ. ഐ പ്ലസ് അല്ല, അഡീഷൻ മോഡിൽ ജെ ഉണ്ടാവണം. വിച്ച് ഇസ് ഈക്വൽ ടു psi ഓഫ് എ റേസ് ടു ഐ പ്ലസ് അഡീഷൻ മോഡുലോ n psi ഓഫ് എ റേസ് ടു ജെ എന്ന് എഴുതാം. therefore this is a homomorphism property. അതുകൊണ്ട് എന്ത് പറയാൻ പറ്റും? psi from g to zn is an isomorphism. അത് 1, 1 ആണ്, onto ആണ്. ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് g എന്നത് എന്താണ്? g psi from g to zn എന്നുള്ളത് ഐസോമോർഫിസം ആണ്. therefore g is isomorphic to zn. അതായത് ജിയുടെ ഓർഡർ ഫൈനൈറ്റ് ആണെങ്കിൽ അത് ഐസോമോർഫിക് ടു zn ആയിരിക്കും. ഓക്കെ, താങ്ക് യു.